ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ബഷീർ തന്നെ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിൽ? കോട്ടയം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് കായ് അബ്ദുറഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിൽ? കോഴിക്കോട്. ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം 1942. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ? P.A. ബക്കർ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. P. ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ചോദ്യങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത്? നേരും നുണയും. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി. വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ഏതു വർഷം? 1993. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത്? ടാറ്റ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്ക്? ബാലാമണിയമ്മ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചതാര്? M. അഷ്റഫ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീർ കൃതി? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? അനീസ് അൻവർ. ബഷീർ വിവാഹിതനായ വർഷമേത്? 1958. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഷാഹിന, അനീസ്. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാത്തിമ ബീവി, ഫാബി ബഷീർ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാര്? E.M. അഷ്റഫ്. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യമെന്ന് വിലയിരുത്തിയ നിരൂപകനാര്? M.N. വിജയൻ. എട്ടുകാലി മമ്മൂഞ്ഞി എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ അന്തരിച്ചത് എന്നാണ്? ജൂലൈ 5. ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ.
ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് MP രഘുനാഥൻ രചിച്ച കൃതി ഏത്? ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. മരിക്കുന്നതിന് മുമ്പ് മാവിൻ വെള്ളമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതി? തേന്മാവ്. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര്? പ്രേം നസീർ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ ആദ്യ ചെറുകഥ ഏത്? എൻ്റെ തങ്കം. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ. നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രമായത് ഏത് പേരിൽ? ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ? വിൻസെൻ്റ്. ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത്? വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ ഹാസ്യനടൻ പത്മലാക്ഷൻ പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കുതിരവട്ടം പപ്പു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷമേത്? 1970. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏതാണ്? 1981. ബഷീറിന് ഇന്ത്യൻ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം എന്നാണ്? 1982. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവലേത്? സമുദ്രശില. വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമ കാഹളം. ഗാന്ധിയോടൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത്? ഉപ്പു സത്യാഗ്രഹം. ബഷീറിന് ആദ്യമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏത്? ഉപ്പു സത്യാഗ്രഹം. ബഷീർ എഴുതിയ നാടകം ഏത്? കഥാബീജം. ബഷീർ എഴുതിയ തിരക്കഥ ഏതൊക്കെയാണ്? ഭാർഗവീ നിലയം, ബാല്യകാലസഖി. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ഉജ്ജീവനം. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചതാര്? ONV കുറുപ്പ്. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന കൃതി എഴുതിയതാര്? പെരുമ്പടവം ശ്രീധരൻ. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങളുണ്ടായ ഒരു ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ.